അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ബ്ലാക്ക് ബോക്സ് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് DGCA അറിയിച്ചു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ബ്ലാക്ക് ബോക്സ് എപ്പോഴാണ് കണ്ടെടുത്തിരിക്കുന്നത്? ഇത് ഡീകോഡ് ചെയ്ത് അപകട കാരണം എന്താണ് എന്ന് എപ്പോഴായിരിക്കും അറിയാൻ കഴിയുക? ഗുഡ് ഈവനിങ് ലക്ഷ്മി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് സീറോയിലാണ്. ഇന്ന് രാവിലെ നടന്ന തിരച്ചിലാണ് ഹോസ്റ്റലിൽ, അതായത് ഹോസ്റ്റലിൻ്റെ 4-ാം നമ്പർ ഹോസ്റ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നത്. അത് ഉച്ചയോടുകൂടി അതിന് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി DGCAയുടെയും അതേപോലെ തന്നെ ബോയിങ്ങിൻ്റെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇത് ബ്ലാക്ക് ബോക്സ് ലഭിച്ചു എന്നൊരു വാർത്തക്കൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇത് പരിശോധിക്കാനും ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അതേപോലെ തന്നെ എയർ ഇന്ത്യയും വ്യക്തമാക്കിയിരിക്കുന്നത് ലക്ഷ്മി പത്മ. അതേപോലെ തന്നെ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്നതാണ് നമുക്കിപ്പോൾ നൽകാൻ പറ്റുന്ന വിവരം. അപ്പോൾ നമ്മളെ പിറകിലാണ് ഈ ഹോസ്റ്റലിലെ 4-ാം നമ്പർ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് തകർത്തുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ വിമാനം, ഡ്രീംലൈനർ വിമാനം ഒരു തീഗോളമായി മാറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലത്ത് കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കും, മൃതദേഹത്തിന്റെ അവശിഷ്ടം ലഭിക്കുമെന്നൊരു സൂചനയിലാണ് ഇപ്പോൾ രാത്രിയിലും തിരച്ചിൽ തുടരുന്നത്. തിരച്ചിൽ ഇന്ന് തുടരും, നാളെയും തുടരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി ഹോസ്റ്റലിന്റെ മുറ്റം മുഴുവൻ JCB ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് ഡെബറീസ്, അതായത് ഹോസ്റ്റലിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. ഇതിനിടയിൽ കുടുങ്ങിപ്പോയ വ്യക്തികൾ ഉണ്ടാവാം എന്നുള്ള ഒരു സൂചനയെ തുടർന്നാണിത്. കാരണം നിലവിൽ ആംബുലൻസും പോലും ലക്ഷ്മി ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. അവിടെ ബ്ലാക്ക് ബോക്സ് ഏതായാലും ലഭിച്ചിരിക്കുന്നു. ഡീകോഡ് ചെയ്താൽ മാത്രമാണ് അപകട കാരണം എന്താണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുക. ശരത് ലാലാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.